അഡ്ജസ്റ്റ്മെന്റ് ശരിയായില്ല. തീർച്ചയായും ഈ ലോറി ഈ കൈവരിൽ നിന്നും തിരിച്ചെടുത്ത് പാലത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഏകദേശം മണിക്കൂറുകൾ ഇത്തരത്തിൽ ഈ അപകട സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ ടിപ്പർ ലോറി ഉണ്ടായിരുന്നത്. കാരണം ഈ സമയപ്രദേശം കൊണ്ട് തന്നെ ഈ ലോറി ഉയർത്തുവാനുള്ള ക്രെയിനിന്റെ അഭാവമായിരുന്നു ഏറ്റവും പ്രധാന പ്രശ്നമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്ന സാഹചര്യത്തിൽ തന്നെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ചെറിയ ക്രെയിൻ ഉപയോഗിച്ച് ഇതിനെ മുകളിലേക്ക് ഉയർത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ ഒരു ക്രെയിനെ ഉപയോഗിച്ച് ഒരിക്കലും ഈ ടിപ്പർ ലോറി ഉയർത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി മറ്റിടങ്ങളിൽ നിന്നും ക്രെയിനുകളെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ എടുത്താണ് ഈ വലിയ രണ്ട് ക്രെയിനുകൾ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചത്. അല്പസമയം മുമ്പ് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പാണ് ക്രെയിൻ ഇവിടേക്ക് ഈ പാലത്തിന്റെ ഭാഗത്തേക്ക് എത്തിയത്. ഈ ഒരു ലോറി വലിയ അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു അപകടം നടന്ന സാഹചര്യത്തിൽ ഈ പാലത്തിന്റെ കൈവരി അത് ഒരു ഭാഗം തകർത്ത് ഈ ലോറിയുടെ ക്യാബിൻ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ വലിയൊരു അപകടം ഒഴിവായത് ഇതിന്റെ നടുഭാഗം ഈ പാലത്തിൽ കുടുങ്ങിക്കിടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും താഴേക്ക് പോകില്ല എന്നൊരു ഉറപ്പും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ രണ്ട് ട്രെയിനുകളും സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും ലോറിയുടെ രണ്ട് വശങ്ങളിലായി അതിന്റെ ചെയിനുകൾ അത് കണക്ട് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷം ഈ ലോറിയെ മുകളിലേക്ക് ഉയർത്തുവാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അതിന്റെ ഇടതുവശത്തുള്ള ആ ട്രെയിനിന്റെ ചെയിൻ അവിടെ നിന്ന് പൊട്ടിപ്പോയതോടുകൂടി വീണ്ടും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഉടൻ തന്നെ മറ്റൊരു ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിയെ കണക്ട് ചെയ്തു. അതിനുശേഷം ഉയർത്തുവാനുള്ള ശ്രമം വീണ്ടും തുടരുകയായിരുന്നു. അത് വലിയ വിജയത്തിലേക്ക് തന്നെ എത്തുകയും ചെയ്തു. ഈ ഒരു ട്രെയിനെ അവിടെ നിന്നും ഉയർത്തി നടപ്പാതയിലേക്ക് ലോറിയെ ഉയർത്തി നടപ്പാതയിലേക്ക് മാറ്റി. പിന്നീട് അതിനെ കുറച്ചുകൂടി നിലവിലിപ്പോൾ പാലത്തിന്റെ ആ റോഡ് ഭാഗത്തേക്ക് നിലവിലിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതം ഏകദേശം പൂർണ്ണമായും നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വാഹനങ്ങളെ ഒന്നും തന്നെ കടത്തിവിടാത്ത ഒരു സാഹചര്യമാണ്. ഇനി നിലവിലിപ്പോൾ ആ ഒരു ലോറി ഉള്ളത് പാലത്തിന് ക്രോസ് ആയിട്ടാണ്. അതിനെ ഇനി ഒരു വശത്തേക്ക് കൂടി മാറ്റി നിർത്തിയാൽ ഗതാഗതം വീണ്ടും ശരി. Rumahnya prima sedang. അവിടെ നല്ല പട്ടിൽ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിനിടയിൽ ഒരു നയനമനോഹരമായ കാഴ്ച കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ കണ്ടിട്ടുണ്ടോ?
വണ്ടി ഇട്ടിരിക്കുന്നതിന് അവിടെ കൊണ്ടുവന്ന് ഇടുവന്നു നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുമോ? നമ്മള് കൈ വിളിച്ച് വണ്ടി മാറ്റേണ്ടി വരും. അല്ലേ ആരാത്? എടുത്തോണ്ട് പോകാനാ നീ റോൾ ചെയ്യുന്നുണ്ടോ? പുള്ളി വന്നില്ല. ഇവിടെ ഇറക്കാനാണോ? മനസ്സിലായി. അതെന്താ അതും പോയില്ല. ഞാൻ എവിടെയുണ്ട് ജോലി ഏതാണ്ട് ഈ പാലം കടന്ന പരിപാടിയാണ്. മീഡിയയിലും പോലെ തൊട്ട് തട്ടിരിക്കും. അല്ല സേഫ് പറഞ്ഞാലും ചിലപ്പോൾ ഈ ബേസിലേക്ക് തട്ടാൻ അതാവാണ് സാധ്യത. ഫസ്റ്റ് ക്യാമറ എപ്പോൾ തട്ടോ താഴേക്ക് ഫുട്പാത്ത് കയറിപ്പോയി വന്നു. കൊണ്ടിടുന്നവർക്ക് സാധിക്കും. രാവിലെ മതി. ഇനി നീ ഒരു ഇത് പറഞ്ഞ ഷോട്ട് പോയിട്ട് നമ്മളെ നമുക്ക് അങ്ങനെ പോവാം.
കഴിഞ്ഞപ്പാ ഓടി റെക്കോർഡ് ഉണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്യാറില്ല. ബിഗിന്റെ രാജ്യം സ്വന്തം രാജ്യം ഇതന്നെയാണോ? അതാണോ? അയ്യോ, ഒരു ലോറി ഒന്ന് യാത്ര ആയിക്കോട്ടെ. ലോറി ഒന്ന് പൂർണ്ണമായി യാത്ര ആയിക്കട്ടെ. എന്നിട്ട് നമുക്ക് അമ്മേനെ വിട്ടു പോവാം. അല്ലേ? അല്ലെങ്കിൽ അമ്മ കൈവരി ചേർത്ത് താഴെ കൈവിന്റെ കാര്യം പറഞ്ഞു. ആദ്യം മോളുടെ കാര്യം അമ്മയും കുഞ്ഞും അപ്പൊ അതിന് മുമ്പ് കഴിക്കാം. അതിന് മുമ്പ് അതിന് ഇടിച്ച ഭാഗം ടയറൊക്കെ കാണിച്ച് പേടിപ്പിക്കാം. ടയറൊക്കെ കാണിച്ച് ഇടിച്ച നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു, താങ്കൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെയൊക്കെ ഇതിൽ മൊത്തം ബ്രഹ്മപുരത്തേക്ക് പോകുന്ന വേസ്റ്റ് ആണ്. അങ്ങനെയാണോ? ഇപ്പൊ 24 ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് പോകാം. ഇത് എന്നെ ഒരു ടാങ്കർ ലോറിക്കാരെ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. അങ്ങനെ സംഭവിച്ചതാണ്. ഞാൻ തോമ്പടിയിൽ നിന്ന് ബ്രഹ്മപുരത്തോട്ട് ഇത് വേസ്റ്റ് കളയാൻ വേണ്ടി പോയായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് അല്ല വണ്ടി ഓടിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായി ഇവിടെ ഓടിക്കാൻ തുടങ്ങിയിട്ട്. അവർ വണ്ടി നിർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ എൻ്റെ പറഞ്ഞ ആൾക്കാർ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. തലയ്ക്ക് മുറിഞ്ഞത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പേര് സുനിൽ.